നമസ്കാരം. ഇന്ന് കർക്കിടകം 1 രാമായണ മാസ ആരംഭം. ഈ രാമായണ മാസത്തിൽ രാമായണ കഥയിലൂടെ ഒരു സഞ്ചാരത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും രാമായണം കഥ അറിയാം. പല രാമായണങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. എങ്കിലും ഒരു ഓർമ്മ പുതുക്കൽ എന്നുള്ള നിലയിൽ ഇതൊന്ന് കേൾക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. രാമന്മാർ അനേകമുണ്ടാവാം, പക്ഷേ സീത ഒന്നേ ഉള്ളൂ. ഇതൊരു സാഹിത്യകാരൻ്റെ പ്രസിദ്ധമായ വാക്യമാണ്. പക്ഷേ നമ്മൾ ഇത് കേട്ട് കഴിയുമ്പോൾ, വിവിധ രാമായണങ്ങളെക്കുറിച്ച് ചിന്തിച്ച് കഴിയുമ്പോൾ, അനേകം രാമന്മാരുണ്ടെന്നും അനേകം രാവണന്മാരുണ്ടെന്നും അനേകം ലക്ഷ്മണന്മാരുണ്ടെന്നും സീതയും അനേകം ഉണ്ട് എന്നും നമുക്ക് മനസ്സിലാവും. അനേകം സീത എന്ന് പറഞ്ഞാൽ പല വ്യത്യസ്ത സ്വഭാവത്തിലുള്ള വ്യത്യസ്ത ബന്ധങ്ങളിലുള്ള സീത. രാവണനും അങ്ങനെ തന്നെയാണ്. നമ്മൾ അധ്യാത്മരാമായണത്തിൽ വായിക്കുന്ന രാവണനപ്പുറത്ത് ഒരുപാട് രാവണന്മാരുണ്ട്. ശ്രീരാമനും അങ്ങനെ തന്നെയാണ്. ഞാൻ ഈ പറയുന്നത് 300 രാമായണങ്ങൾ, നമ്മൾ ആധികാരികമായിട്ട് രാമായണങ്ങളെക്കുറിച്ച് പറയുന്നതാണ്. 300 രാമായണം. ഡോക്ടർ എ കെ രാമാനുജൻ്റെ രചനയാണ് അത്. അതാണ് നമ്മൾ രാമായണങ്ങളെക്കുറിച്ചുള്ള ആധികാരിക ഗ്രന്ഥമായിട്ട് നമ്മൾ അംഗീകരിക്കുന്നത്. അതിന് പുറമെ നാടോടി രാമായണങ്ങളും നാടൻ പാട്ടുകളിലൂടെ പ്രചരിക്കുന്ന രാമായണങ്ങളൊക്കെ അനവധിയുണ്ട്. അതിൽ രാവണൻ്റെ മകളാണ് സീത എന്ന് പറയപ്പെടുന്ന രാമായണമുണ്ട്. അതുപോലെ തന്നെ ശ്രീരാമൻ്റെ അനുജത്തിയാണ് സീത എന്ന് പറയപ്പെടുന്ന രാമായണമുണ്ട്. അപ്പോൾ രാമൻ്റെ പത്നിയായ സീത ഇവിടെ തന്നെ 2 സീതയായിട്ട് പരിണമിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് സീതമാരുണ്ട്. രാമന്മാർ അനേകമുണ്ടാകാം, പക്ഷെ സീത ഒന്നേ ഉള്ളൂ എന്നതല്ല. ഈ പല രാമന്മാരെക്കുറിച്ചും പല രാവണന്മാരെക്കുറിച്ചും പല സീതയെക്കുറിച്ചും ഒക്കെ അന്വേഷിക്കുന്ന ഒരു യാത്രയാണ്. രാമൻ രാവണനെ കൊന്നു. കുട്ടിക്കാലത്ത് നമ്മൾ പഠിക്കുന്നതാണ്. ഈ കർത്താവ് കർമ്മം ക്രിയ പഠിക്കുമ്പോൾ നമ്മളെ അധ്യാപകർ പഠിപ്പിക്കും. പക്ഷേ രാവണനെ ലക്ഷ്മണൻ കൊല്ലുന്ന രാമായണമുണ്ട്. സീതയെ ഉപേക്ഷിക്കാത്ത ശ്രീരാമനുണ്ട്. അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായ അറിവുകൾ തേടി രസകരമായ ഒരു യാത്രയാണ്. എഴുത്തുകാരെക്കുറിച്ചും രാമകഥയെക്കുറിച്ചും ചില കഥാപാത്രങ്ങളുടെ പ്രത്യേകതകളെക്കുറിച്ചും സ്ത്രീകളുടെ സ്വാധീനത്തെക്കുറിച്ചും ഒക്കെയുള്ള ഒരു യാത്രയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് കാണണം, അഭിപ്രായങ്ങൾ കുറിക്കണം. അപ്പോൾ നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഈ രാമായണ മാസത്തിൽ ആശംസകൾ നേരുന്നു. നന്ദി. നമുക്ക് തുടർന്ന് കാണാം.